അദ്ദേഹത്തെ 2.5 വർഷം മന്ത്രിയാക്കി കൊണ്ടു നടന്നു. അഴിയെണ്ണാനുള്ള കുറ്റം ചെയ്ത ആളാണ് ഈ മന്ത്രി. ആന്റണി രാജു ഈ അടുത്ത കാലം വരെ നമ്മുടെ മന്ത്രിയായിരുന്നു, ഇപ്പോഴും MLA ആണ്. ഈ മന്ത്രി പുങ്കവൻ സത്യം സത്യമായി പറയുന്നവനായി രാജാക്കൻ. നാട് ഞെട്ടിയ ഒരു ക്ഷേത്രക്കുള്ള ഒരു സ്വർണ്ണമടിച്ചു മാറ്റൽ കേസ് അങ്ങനെ ചർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് കോടതിയിൽ നിന്നും അടിവസ്ത്രം അടിച്ചു മാറ്റി തിരിമറി നടത്തിയ കേസിൽ ഒരു മുൻ മന്ത്രി കുറ്റക്കാരൻ എന്ന പ്രഖ്യാപനം. കുപ്രസിദ്ധമായ ജെട്ടി കേസിൽ നെടുമങ്ങാട് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറഞ്ഞു. മുൻ മന്ത്രി ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നു. ഞാൻ 100% ഈ കേസിൽ നിരപരാധിയാണെന്നുള്ള എനിക്ക് നല്ല ഉത്തരബോധ്യമുണ്ട്. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. കള്ളത്തളിവുണ്ടാക്കിയ മന്ത്രി എങ്ങനെ ഭരണത്തിൽ? നിരപരാധികളും ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ദൈവമേയോമാർ രണ്ടും കൂടി എന്നെ ഉരുട്ടാന പരിപാടി. ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നതാണ് നല്ലത്. തൊണ്ടി മുതലായ അടിവസ്ത്രം കോടതിയിൽ നിന്ന് വാങ്ങി വെട്ടിച്ചെറുതാക്കിയ മന്ത്രി. തിരുവനന്തപുരത്ത് അഭിഭാഷകനായിരിക്കെ ആന്റണി രാജു കോടതിയിലെ ക്ലർക്കിനെ സമീപിച്ച് തൊണ്ടി മുതൽ മാറ്റുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. MLA സ്ഥാനം തെറിച്ചതിനോടൊപ്പം ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാനും കഴിയില്ല. ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഒരാളാണ്. എന്നിട്ടാണ് ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത്. എത്ര വാർത്ത വന്നാലും ആളെ തന്നെ നിയമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പരമയോഗ്യനായത് തന്നെ അത് തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യത. നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റും. നല്ല ചുറുചുറുക്കുള്ള ആളാണ്. കാര്യങ്ങൾ നല്ല ഭംഗിയായി നിർവഹിക്കാൻ പറ്റും. എങ്ങനെ ഇരിക്കണം? രാഷ്ട്രീയ ധാർമ്മികത നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് പോകാൻ പാടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ആന്റണി രാജു. പക്ഷേ ഇങ്ങനെയുള്ള ഒരാൾക്ക് സീറ്റ് കൊടുക്കാൻ പറ്റില്ലെന്ന് തീരുമാനിച്ചത് VS അച്യുതാനന്ദനാണ്. LDF അതൊന്നും അംഗീകരിക്കുന്നില്ല. അവരൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാകില്ല, ആയിരിക്കില്ല. പിള്ളേരാണ് ചരിത്രം പഠിക്കുന്നത്. VS അച്യുതാനന്ദൻ 2006 തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച രാഷ്ട്രീയമായ മുദ്രാവാക്യം 5 വർഷം നീണ്ട UDF സർക്കാരിന്റെ അഴിമതി, കെടുകാര്യസ്ഥത, സമുദായ പ്രീണനം, അങ്ങനെയുള്ള കൊള്ളരായ്മകൾക്കെതിരായ ഒരു ജനവിധിയാണ് അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചത്. എന്നെ പോലെ പഠിച്ച് എന്നെ പോലെ ആവണം. 2006 തെരഞ്ഞെടുപ്പിൽ ആന്റണിയുടെ മന്ത്രിസഭയുടെ പരാജയം, അതിനുശേഷം ഉമ്മൻചാണ്ടി വന്നതിന് ശേഷം പ്രത്യേകിച്ച് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെ ജനങ്ങളുടെ സെന്റിമെന്റ് 100% UDFനെതിരായിരുന്നു. ആ സമയത്ത് കളങ്കിതരായ ആളുകളെ LDFന്റെ സ്ഥാനാർത്ഥിയാക്കിയാൽ എന്ത് സംഭവിക്കുമായിരുന്നു? സ്വാഭാവികമായിട്ട് UDFകാരെ ഇതൊരു പരിചയമായിട്ട് ഉപയോഗിക്കും. കണ്ടോ, ഞങ്ങളുടെ ലിസ്റ്റിൽ മാത്രമല്ല നിങ്ങളുടെ ഉണ്ട് കൊള്ളരാത്തവരും. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തുകൊണ്ട് പിണറായി വിജയൻ തന്നെ 2006 മത്സരിക്കാൻ പറ്റിയില്ല? അത് തന്നെ ആലോചിച്ചാൽ മതിയല്ലോ. പിണറായി വിജയൻ ആ സമയത്താണ് ലാവ്ലിൻ കേസിൽ പ്രതിയായത്. പിണറായി വിജയനെ മാറ്റി നിർത്തി. അപ്പോൾ അത് അന്നൊരു ധാർമ്മികതയുടെ വിഷയം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. കാരണം കളങ്കിതരായ ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല. അത് പിണറായി വിജയനായാലും ശരിയാണ്, നീലോഹിദാസ് നാടാനാണെങ്കിലും ശരിയാണ്, ആന്റണി രാജു ആണെങ്കിലും ശരിയാണ്. VS അച്യുതാനന്ദൻ ഈ കാര്യത്തിലൊക്കെ കൃത്യമായ നിലപാടുള്ള ആളായിരുന്നു. ആ മന്ത്രിസഭ 100 ദിവസം തേക്കുന്നതിന് മുമ്പാണ് PJ ജോസഫിനെതിരായിട്ട് വിമാന വിവാദം ഉണ്ടാകുന്നത്. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീയോട് അവമര്യാദയായിട്ട് പെരുമാറി. അത് അപ്പോൾ തന്നെ B സന്ധ്യ IPSനെ അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നു. അവരുടെ റിപ്പോർട്ട് കിട്ടുന്നു. ഉടനെ തന്നെ PJ ജോസഫ് രാജിവെക്കുന്നു. അത് കഴിഞ്ഞ് ഉടനെ തന്നെ TU കുരുവിള മന്ത്രിയായിട്ട് വരുന്നു. ഒരു കൊല്ലത്തിനകത്ത് കുരുവിളയുടെ ഭൂമി ഇടപാട് വരുന്നു. അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീമതി ലിസി ജേക്കബ് അവരന്വേഷിച്ചു. അവരുടെ റിപ്പോർട്ട് കിട്ടിയ ഉടനെ കുരുവിളയുടെ രാജി എഴുതി മേടിച്ചു. അങ്ങനെ പ്രശ്നം പരിഹരിച്ചു. അങ്ങനെയായിരുന്നു VS കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം VSനെ സംബന്ധിച്ചുള്ള ഈ ധാർമ്മികത എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഞാൻ നിന്നെ പോലെയല്ല, ഉണ്ട ചോറിന് നന്ദി കാണിക്കും. ആ നന്ദി കാണിച്ച ഞാൻ ആടാം. അദ്ദേഹം എല്ലായ്പ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് രാഷ്ട്രീയ രംഗം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അഴിമതിക്കെതിരായ, കെടുകാര്യസ്ഥതയ്ക്കെതിരായ, സമുദായ പ്രീണനത്തിനെതിരായ നിരന്തരമായ യുദ്ധമായിരുന്നു VSന്റെ രാഷ്ട്രീയ ജീവിതം. ഈ ചട്ടിയും ചില്ലും ഒക്കെ അല്ലയോ, അത് തട്ടിയും പൊട്ടിയതൊക്കെ എനിക്ക് അത്രേ ഉള്ളൂ. സ്വാഭാവികം. നമ്മൾ ഈ VS എന്ന് പറഞ്ഞ ആളെ തിരിഞ്ഞു നോക്കുമ്പോൾ അതേ കേരളം കണ്ട് ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഇത് പരിഹാസമായിട്ട് പറയുന്നില്ല. അതേ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് പെരുമാറിയിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിൽ ഇതുപോലുള്ള ഇടങ്കോലുകൾ വന്നുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ വീറോടുകൂടി ഈ കാര്യങ്ങളിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ് VSന്റെ പ്രത്യേകത. 100% ഞാൻ യോജിക്കുന്നു. അതുകൊണ്ട് VS ആയിരുന്നുകൊണ്ടാണ് അന്ന് ആന്റണി രാജുവിന് മത്സരിക്കാൻ പറ്റാതെ പോയത്, പിണറായി വിജയന് മത്സരിക്കാൻ പറ്റാതെ പോയത്, നീലോഹിദാസ് നായർക്ക് മത്സരിക്കാൻ പറ്റാതെ പോയത്, PJ ജോസഫിനും കുരുവിളക്കും രാജിവെക്കേണ്ടി വന്നത്. ഇതൊക്കെ VS ആയിരുന്നുകൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ ആ ഒരു ധാർമ്മികത, നൈതികത, രാഷ്ട്രീയ സദാചാരമൊന്നും ഇനി പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല.
വഴിയിൽ നിന്ന് 2 ഉപദ്രവങ്ങൾ വലിഞ്ഞു കയറിയിട്ടുണ്ട്. ഇവിടെ ഇറക്കി വിടാൻ പോവാ. CPM-കാർ പറയാറുണ്ട് ഇടതുപക്ഷ മൂല്യങ്ങൾ എന്നൊക്കെ വലിയ പ്രസംഗമൊക്കെ നടത്താറില്ലേ. ധാർമ്മിക മൂല്യം എന്നൊരു സംഗതി ഇടതുപക്ഷ മൂല്യം എന്ന് പറഞ്ഞതിന്റെ ഭാഗമല്ലേ. ധാർമ്മികതയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് ആ വിഷയത്തിൽ പാർട്ടി തന്നെ അന്വേഷണം നടത്തി ഇയാളെ കയറ്റി ഇരുത്തരുത് എന്ന് പറയുമല്ലോ. അടിവസ്ത്രമില്ലാത്ത ധാർമ്മികതയാണ് ഇടതുപക്ഷത്തിനുള്ളത്. കൊള്ളക്കാർക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന സർക്കാരാണിത്. അയാൾക്ക് ഉളുപ്പില്ലാത്തത് കൊണ്ട് അയാൾ അവിടെ ഇരിക്കും. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തെ കൂടെ ഒരു അട്ട എഴുതുന്ന പോലെ അവർക്ക് തോന്നില്ലേ? ഇതുപോലെ മ്ലേച്ഛമായിട്ടുള്ള ഒരു കൃത്രിമം കാണിച്ച ഒരു മനുഷ്യൻ അവരെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെന്താ ചന്തപ്പരയാ? എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആളുകൾ മതി. ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാർ മോശമായിട്ടാണ് അവർ മാറ്റിയത്. അവർക്ക് സീറ്റ് കൊടുക്കാറുണ്ട്. ജി സുധാകരൻ്റെ സ്ഥാനത്ത് മുഹമ്മദ് റിയാസ് വന്നത്. സജി ചെറിയാനെ പോലെ വാസവനെ പോലെയുള്ള ആളുകൾ മന്ത്രിമാരായിട്ട് വന്നതുകൊണ്ടാണ്. യോഗ്യന്മാരായ ആളുകൾ ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, ഇവർക്കുള്ള യോഗ്യത മറ്റുള്ള ആളുകൾക്ക് ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് മന്ത്രിമാരാകാൻ പറ്റാതെ പോയതും ഇവർക്ക് മന്ത്രിമാരാകാൻ പറ്റിയതും. അപ്പൊ ഇങ്ങനത്തെ ഒരു കൂട്ടത്തിൽ ആന്റണി രാജു വളരെ യോഗ്യനായിട്ടുള്ള ആളാണ്. പിന്നെ ആന്റണി രാജു കഴിഞ്ഞ 5 കൊല്ലം എന്താ ചേർന്നത്? കഴിഞ്ഞ 5 കൊല്ലവും അദ്ദേഹം ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകളിൽ ചർച്ചയ്ക്ക് വരികയും പിണറായി വിജയനെ നിതരാം സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അതിനൊരു പ്രത്യേകപരമായിട്ടാണ് അദ്ദേഹത്തിന് ഈ സീറ്റ് കൊടുത്തത്. ഇനിയിപ്പോൾ ധാർമ്മികതയുടെ കാര്യം പറയുമ്പോൾ ഗണേഷ് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ സഹോദരി ഈ വിൽപത്രത്തിന്റെ സാധുത സംബന്ധിച്ച് ഒരു സംശയം ഉന്നയിച്ചു. അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ആദ്യത്തെ ടൈം കൊടുക്കേണ്ടതില്ല, സഹോദരിയുടെ വസ്തു തർക്കം തീരട്ടെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. എന്നിട്ട് കൊടുത്ത ഈ മാന്യദേഹത്തെയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കും. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഇവിടെ ചെറിയ കുറ്റമാണ് വെട്ടിമാറ്റലെന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചു. അതെ അതാ ഞാൻ പറഞ്ഞത്. അതായത് വിരോധാഭാസം അതാണ്. ആ സഹോദരിയുടെ ഭർത്താവ് റിട്ടയർ ചെയ്ത ഒരു IAS ഉദ്യോഗസ്ഥനാണ്. രണ്ടുപേരും കൂടി മുഖ്യമന്ത്രിയെ കണ്ടു പറയുന്നു, എൻ്റെ അനുജൻ ഇന്നമാതിരി വിൽപത്രത്തിൽ തിരിമറി നടത്തിയിരിക്കും, അതുകൊണ്ട് ഇയാൾ മന്ത്രിയാക്കരുത്. മുഖ്യമന്ത്രി ഉടനെ തന്നെ അത് മുഖവിലക്കെടുത്ത് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് ഇദ്ദേഹത്തെ ആസ്ട്രേലിയക്കാരൻ സായിപ്പിന്റെ മുഷിഞ്ഞ ജെട്ടി വെട്ടി തയ്ച്ച് കള്ളത്തെളിവുണ്ടാക്കി പ്രതിയെ രക്ഷിച്ച ആളുടെ മന്ത്രിസഭയിൽ എടുക്കുന്നു. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു യോഗം ഉണ്ടല്ലോ, അത് ചില്ലറയല്ല. മാങ്ങ മോട്ടിച്ച പോലീസുകാരനും ജട്ടി മോട്ടിച്ച ഒരു മന്ത്രിയായിട്ടിരുന്ന ആളും ഇപ്പൊ നിലവിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ MLA ആയിട്ടിരുന്ന ആളും ഒക്കെ എന്റെ സ്വന്തമായിരുന്നു എന്ന് ഞെളിഞ്ഞു എന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടായില്ലേ? ഈ കേസിൽ ഒരു മജിസ്ട്രേറ്റിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മജിസ്ട്രേറ്റ് പറയുന്നു, ഞാൻ ഈ പ്രതിയുടെ ചില വസ്തുക്കൾ ആ പ്രതിഭാഗം ആവശ്യപ്പെട്ടത് പ്രകാരം വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉത്തരവിട്ട പട്ടികയിൽ ഇല്ലാത്ത ഈ തൊണ്ടിയാണ് ആന്റണി രാജു ഏറ്റുവാങ്ങിക്കൊണ്ടുപോയത്. മറ്റു വസ്തുക്കളുടെ കൂട്ടത്തിൽ കോടതിയെ കബളിപ്പിച്ച് വാങ്ങിക്കൊണ്ടുപോയ തൊണ്ടിയാണ് വെട്ടിച്ചുരുക്കി 4 മാസത്തിന് ശേഷം അവിടെ കൊണ്ടുവച്ചത്. എന്ന് മാത്രമല്ല, കേരള കോൺഗ്രസുകാരുടെ പൊതു സ്വഭാവമായിരിക്കും വിടുവായുത്തം ശീലമായതുകൊണ്ട് ഈ ട്രയൽ നടക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വരുമ്പോൾ കാണിച്ചു തരാം, ഇത് വിചാരണ തീരുമ്പോൾ ഒരു ബോംബ് വെച്ചിട്ടുണ്ട്, അതോടെ ഈ കേസ് ഷൂ ആയി പോകുമെന്നും പറഞ്ഞു. അവിടെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് സംശയമുണ്ടായത്. ഹൈക്കോടതിയിൽ കേസ് വെറുതെ പോയപ്പോൾ സ്വന്തം കൺമുമ്പിൽ താനെടുത്ത തൊണ്ടിയിൽ താൻ ആരോപണ വിധേയനാകുന്നുവെന്ന് ആ മനുഷ്യന് തോന്നിയപ്പോൾ ഇത് കത്തി. അന്നത്തെ വിടുവായുത്തം. അവിടെ നിന്നാണ് ഈ കേസ് ഇന്നത്തെ നിലയിലെത്തിയത്. കേരള കോൺഗ്രസുകാരനായ KM മാണിയെ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീത ആയിരിക്കണമെന്ന ഒരു വാചകത്തിന്റെ പേരിൽ രാജിവെപ്പിക്കാൻ ഉത്സാഹം കാട്ടിയ ആളുകൾ ആന്റണി രാജു എന്ന മറ്റൊരു കേരള കോൺഗ്രസുകാരന്റെ കാര്യത്തിൽ എന്തായാലും ആ തിടുക്കം കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഈ പശ്ചാത്തലം ഉണ്ടായിരിക്കെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏൽപ്പിച്ച് മന്ത്രിയാക്കുകയും ചെയ്തു. ആന്റണി രാജു മന്ത്രിയായപ്പോൾ തന്നെ ഒരു ന്യൂസ് അവർ ചർച്ചയിൽ ശ്രീ ജയശങ്കർ ഇത് സൂചിപ്പിച്ചതാണ്. അന്ന് മുതൽ ഇതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ തേടിയതാണ്. ഞാനതിങ്ങനെ പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഈ ചർച്ച കേൾക്കാനിടയായ അനിൽ ഇമ്മാനുവൽ എന്നൊരു ചെറുപ്പക്കാരൻ ജോലി പോലും ത്യജിച്ചുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു കുരിശുയുദ്ധ പടയാളിയുടെ ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി ഇതിന്റെ പുറകെ പോയത് കൊണ്ടാണ് ഇതിന്റെ റിസൾട്ട് ഉണ്ടായത്. ഒരുപാട് വേട്ടയാടലുകൾക്ക് ശേഷമാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഈ വേട്ടയാടും തോറും എന്റെ കരുത്ത് കൂടുകയാണ്. ഒരു പ്രത്യേക ജീവിതമല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസമാണ് എന്നെ നയിക്കുന്നത്.
ഇതാര് മഹാത്മാഗാന്ധിയുടെ അവതാരം? അതുകൊണ്ട് ഞാൻ എന്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. അവിടെയല്ല ഈ വേട്ടയാടലിന് ശേഷമാണല്ലോ ഞാൻ മന്ത്രി വരെ ആയത്. എന്ന് പറഞ്ഞാൽ ഞാൻ അടിവസ്ത്രം വെട്ടി ചെറുതാക്കി കുട്ടികൾക്ക് മാത്രം ഇടാവുന്നതാക്കി കൊടുത്തു എന്നൊക്കെയുള്ള കാര്യം ഞാൻ ജനങ്ങളെ അറിയിച്ചു മത്സരിച്ചു എന്നാണോ പുള്ളി പറയുന്നത്? ജീവിതത്തിൽ ശുദ്ധി പുലർത്തണം. ആ ശുദ്ധി പുലർത്തിയാൽ നിങ്ങൾക്ക് ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല. അത് ഈ കാലത്ത് പറ്റുമോ എന്ന് വിചാരിച്ച് ചിലർ ഒരുങ്ങി പുറപ്പെട്ടാൽ അത് തെളിയിക്കും. അങ്ങനെയുള്ളൊരു കാലത്തും ഇത്തരത്തിലുള്ളൊരു കൂട്ടറുണ്ട് ഇവിടെ എന്ന് നാളെ തെളിയിക്കും. ഒന്നേ ഞാൻ ഉപദേശിക്കുന്നുള്ളൂ, ശുദ്ധി ജീവിതത്തിൽ പുലർത്താൻ വേണ്ടി ശ്രമിക്കുക. നിന്റെ വർത്താനം കുറച്ച് ഓവറാവുണ്ട് കേട്ടോ കുഞ്ഞിരാമ. ഒരു പൊടിക്കടങ്ങിക്കോ. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, കുറ്റക്കാരനാണെന്ന് ബഹുമാനപ്പെട്ട കോടതി വിധിച്ചതോടുകൂടി പൂർണ്ണമായിട്ടും ദുർബലനായി ഇങ്ങേര് മാറുകയായിരുന്നു. അവിടെ തടിച്ചുകൂടിയ നാട്ടുകാർക്കിടയിൽ ഒറ്റ രക്ഷാപ്രവർത്തകരെ നമ്മൾ കണ്ടില്ല. അതെന്താ കാര്യം? പവറുള്ള സമയത്ത് മാത്രമേ നിങ്ങളുടെ രക്ഷാപ്രവർത്തനമൊക്കെ പാവപ്പെട്ട നാട്ടുകാരുടെ നെഞ്ചത്ത് നടപ്പാകൂ എന്ന് നിങ്ങൾക്കും അറിയാം, അല്ലേ? ശരി, പോട്ടെ. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാ. ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.